ഇനി നമുക്കൊരു അടിപൊളി കോൾസ്ലോ സലാഡ് ഉണ്ടാക്കിയാലോ? നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ബ്രോസ്റ്റ് വാങ്ങി കഴിക്കില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നൊരു സലാഡാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്, പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ക്യാബേജ് ഇതുപോലെ പൊടി പൊടിയായി അരിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാബേജ് നമുക്ക് വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റും പൊടി പൊടിയായി തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് കുറച്ച് മതി. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ക്യാബേജ് തന്നെയാണ്. പിന്നെ വേണ്ടത് മയോണൈസാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. മയോണൈസിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടും ഇതുപോലെ തന്നെ സലാഡ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും ചേർക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ മയോണൈസ് ചേർത്താലാണ് ഈ സലാഡ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. പിന്നെ പിഞ്ച് ഉപ്പ് ചേർക്കുക. മയോണൈസിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോൾസ്ലോ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമ്മളിത് ഇപ്പോൾ തന്നെ സെർവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. 2-3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. എന്നാൽ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൾസ്ലോ സലാഡിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.